നമസ്കാരം അഡ്വക്കേറ്റ് ജയസൂര്യ. നമസ്കാരം. സർ, നമ്മുടെ രാജ്യ തലസ്ഥാനം ഇപ്പോൾ ഈ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ ഒരു ബലത്തിൽ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, യമുനയുടെ ശുചീകരണം, ലോ ആൻഡ് ഓർഡർ സംവിധാനം വളരെ കാര്യക്ഷമമാകുന്നു. ഒപ്പം തന്നെ റോഡുകളുടെ നവീകരണം, മാത്രമല്ല ഈ ആരോഗ്യ സംരക്ഷണ സംവിധാനം, അതിനും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് CAG റിപ്പോർട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഈ കേരളത്തിലെ പിണറായി സർക്കാരിനെ പോലെ തന്നെ നേരത്തെ ഭരിച്ചിരുന്ന കെജ്രിവാൾ സർക്കാരും ആം ആദ്മി സർക്കാരും ഒരു പ്രൊജക്ഷൻ മാത്രമാണ് പല കാര്യങ്ങളിലും നടത്തിയിരുന്നത് എന്നും യാഥാർത്ഥ്യം മറ്റൊന്നാണെന്നും, പ്രത്യേകിച്ചും ഈ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ നമ്മൾ ഈ മഹാമാരിയെ നേരിടുന്ന കാലത്ത് ഡൽഹി സർക്കാരിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് CAG റിപ്പോർട്ട് പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ കൃത്യമായി ഫണ്ട് നൽകിയിട്ടുണ്ട്, പക്ഷേ ഡൽഹി സർക്കാർ അത് കൃത്യമായി വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളത്. ആ CAG റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഡൽഹിയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഈ CAG റിപ്പോർട്ട് 208 പേജ് വരുന്ന വളരെ വിശദമായിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ വസ്തുതകൾ കൃത്യമായി സംസാരിക്കുന്നുണ്ട്. അതായത് രാജ്യ തലസ്ഥാനം അന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ പല വിവാദങ്ങൾക്കും വേദിയായിട്ടുണ്ട്. COVID-19 നേരിടുന്ന കാര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെന്റ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ആ പറഞ്ഞതൊന്നും വസ്തുതകളല്ല എന്നാണ് ഇപ്പോൾ CAG റിപ്പോർട്ട് കൃത്യമായ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വസ്തുതകൾ. അതായത് കേന്ദ്ര ഗവൺമെന്റ് 787 കോടി 91 ലക്ഷം രൂപയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി സർക്കാരിനെ ഏൽപ്പിച്ചത്. എന്നാൽ അവർ ചെലവാക്കിയത് 582.84 കോടി മാത്രം എന്ന് പറഞ്ഞാൽ ബാക്കി തുക എന്ത് ചെയ്തു, എവിടെ എന്ന് പറയുന്നില്ല. അതായത് 205.7 കോടി രൂപ അവിടെ മോഷണം നടത്തിയിരിക്കുന്നു, വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നാണ് CAG റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഇത് മാത്രമല്ല, ആം ആദ്മി പാർട്ടി വളരെ ആഘോഷപൂർവ്വം കൊണ്ടുവന്ന മൊഹല്ല ക്ലിനിക്ക് ഡൽഹിയുടെ എല്ലാ മുക്കിലും മൂലയിലും കാര്യമായി പ്രവർത്തിച്ചു, ആരോഗ്യരംഗത്ത് വലിയ ആഗോള മാതൃകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ മൊഹല്ല ക്ലിനിക്കുകൾ എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പായിരുന്നു എന്ന് CAG റിപ്പോർട്ട് അക്കമിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഈ മൊഹല്ല ക്ലിനിക്കുകളിൽ ടോയ്ലറ്റ് സംവിധാനം ഉണ്ടായിരുന്നില്ല, തെർമോമീറ്റർ പോലും ഉണ്ടായിരുന്നില്ല, മേശ ഉണ്ടായിരുന്നില്ല, വരുന്ന രോഗികൾക്കും അവിടുത്തെ ആശുപത്രിയിലെ ജീവനക്കാർക്കും കുടിക്കാൻ കുടിവെള്ളം പോലും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ അവിടെ ഉറപ്പാക്കാൻ വേണ്ടി 52 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ട് അതിൽ 30 കോടി മാത്രമാണ് ചിലവാക്കിയതായി കാണിക്കുന്നത്. എന്നിട്ട് പോലും ഈ വസ്തുതകൾ അവിടെ ഇല്ല. 22 കോടി രൂപ കൃത്യമായിട്ടും അവിടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് ആ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, PPE കിറ്റിന്, മാസ്കിന്, മരുന്നിന് ഇതിനു വേണ്ടി പ്രത്യേകം കൊടുത്ത 119.85 കോടി രൂപ, അതിൽ നിന്ന് 83.14 കോടി രൂപ വെട്ടിക്കുകയാണ് ചെയ്തത്. അതായത് 119-ൽ 83 കോടിയും വെട്ടിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ നടത്തിയ കൊള്ള എന്നുള്ളത് വ്യക്തമാണ്. ഇതിന്റെ പിന്നിൽ വലിയ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന കൃത്യമായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ട്. അതായത് രാജ്യ തലസ്ഥാനത്ത് ഓക്സിജൻ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് വലിയ വാർത്ത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടറുകളുടെ നീക്കം തടസ്സപ്പെടുത്തിയ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ നടപടിയെ അന്ന് വളരെ വിമർശിച്ചിരുന്നു. ഡൽഹിയിൽ ആൾക്കാർ ഓക്സിജൻ കിട്ടാതെ മരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഓക്സിജൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്തിവിടുക, ഇതായിരുന്നു അവരുടെ ചോദ്യം. പക്ഷെ പിന്നീട് കോവിഡിന് ശേഷം കണ്ടെത്തിയത് ആയിരക്കണക്കിന് ഓക്സിജൻ സിലിണ്ടറുകൾ ഡൽഹി സർക്കാരിന്റെ കയ്യിൽ ഉപയോഗിക്കാതെ ബാക്കിയുണ്ടായിരുന്നു എന്നാണ്. നമ്മൾ ഓർക്കണം, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഓക്സിജൻ കിട്ടാതെ രോഗികൾ മരിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ഈ റിപ്പോർട്ടുകൾ ഡൽഹിയിൽ വാർത്തയാക്കിയത് ഡൽഹിയിലെ അന്നത്തെ ആരോഗ്യ മന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ഡൽഹിയിൽ ഇത് വാർത്തയാക്കുകയും ആഗോളതലത്തിൽ ഇന്ത്യയെ നാണം കെടുത്തുകയും ഇന്ത്യയില് ആരോഗ്യരംഗത്തൊരു വലിയ അട്ടിമറി സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ അജണ്ട ആയിരുന്നു എന്ന് സംശയിക്കണം. അതായത് ഇപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ വസ്തുതകൾ CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആം ആദ്മി പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല, ഇതൊരു ഭീകര സംഘടന തന്നെയാണ്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ മുഖംമൂടി ഇട്ടുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി വരികയും ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ സ്ഥലത്ത് ഡൽഹിയിൽ ഭരണം പിടിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച ഒരു
ഭീകര സംഘടന തന്നെയാണ് ആം ആദ്മി പാർട്ടി എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇനിയും നമുക്ക് ധാരാളം കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്, അപ്പോഴായിരിക്കും ഇത് മനസ്സിലാവുക. ഇപ്പോൾ ഇതിനോടനുബന്ധമായി ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത നമുക്കറിയാമല്ലോ. സഞ്ജൻ കുമാർ, കോൺഗ്രസിന്റെ മുൻ MP, അദ്ദേഹം ഓൾറെഡി ഒരു ജീവപര്യന്ത തടവിൽ കിടക്കുമ്പോൾ രണ്ടാമത്തെ വന്നിരിക്കുന്നു, വീണ്ടും ജീവപര്യന്തം കിട്ടിയിരിക്കുന്നു. 40 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നോർക്കണം. അന്ന് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് സഞ്ജൻ കുമാറിന് 40 വർഷം നീട്ടിക്കിട്ടിയത്. പക്ഷെ ഇന്ന് BJP ഭരിക്കുന്ന ഇന്ത്യയില് ഈ 40 വർഷത്തെ ആനുകൂല്യം കേജ്രിവാളിന് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. കേജ്രിവാളും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും നടത്തിയ രാജ്യവിരുദ്ധമായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങളുടെ പേരിലായിരിക്കും കോടതികൾ അവർക്ക് ശിക്ഷ വിധിക്കേണ്ടി വരിക. കാരണം ഇപ്പോൾ CAG റിപ്പോർട്ടിൽ തന്നെ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇനി പുറത്തു വരാൻ പോകുന്ന സത്യങ്ങൾ കുറെ കൂടി ഭീകരമായ യാഥാർത്ഥ്യം ആയിരിക്കും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല, ഇതൊരു ഭീകര സംഘടന തന്നെ ആയിരുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങളും അത് തെളിയിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അഡ്വക്കേറ്റ് ജയസൂര്യൻ, താങ്കൾ പറഞ്ഞതുപോലെയാണ്, പക്ഷെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇതൊരു പ്രൊജക്ഷൻ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ CAG റിപ്പോർട്ടായാലും മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇവർ ഈ ഭരണത്തിൽ വീഴ്ച വരുത്തി എന്നുള്ളത് മാത്രമല്ല, പക്ഷെ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള പലവിധ ഇടപെടലുകളും നടത്തി, അല്ലെങ്കിൽ അങ്ങനെ ഇടപെടൽ നടത്തുന്നവർ കൂടെ കൂടി എന്നുള്ളത് ഇനിയും വരുന്ന നാളുകളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ അല്ലെ? തീർച്ചയായും നമുക്ക് അങ്ങനെ വേണം സംശയിക്കാൻ. അതായത് പുറമെ ജനപ്രിയമായിട്ടുള്ള ഒരു മുഖം പ്രദർശിപ്പിച്ചുകൊണ്ട് അകമേ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക, സാമ്പത്തിക രംഗത്തും ആരോഗ്യ രംഗത്തും രാജ്യത്തെ അട്ടിമറിക്കുക, അതിന് തലസ്ഥാനം തന്നെ പിടിച്ചടക്കിക്കൊണ്ട് ആദ്യം തന്നെ ഒരു ജനകീയ മുന്നേറ്റത്തിനെ അവർ രാഷ്ട്രീയ പാർട്ടിയാക്കി, അതിനുശേഷം ജനപ്രിയമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ കൂടെ നിർത്തി, എന്നിട്ട് ആന്തരികമായി രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന നടപടിക്രമങ്ങൾ അവര് നിർബാധം തുടർന്നു എന്നുള്ളതാണ് CAG റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നമ്മുടെ കേരള സർക്കാരിനൊക്കെ ഒരു പാഠമാണ്. തീർച്ചയായിട്ടും കേരള സർക്കാരും നാളത്തെ ആം ആദ്മി പാർട്ടിയുടെ തനി ആവർത്തനം തന്നെ ആവാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.